ഹൈക്കോടതിയിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം. ദേശീയ നിയമദിനാചരണവുമായി ബന്ധപ്പെട്ട് ഭാരതീയ അഭിഭാഷക പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഭാരതാംബയുടെ ചിത്രം വെച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഡിവൈഎഫ്ഐ അഭിഭാഷക സമിതി പരാതി നൽകി. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നിതിൻ? ഉന്മേഷ്, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഭാരതാംബ ചിത്രം വിവാദത്തിലാകുന്നത്. ഇന്ന് വൈകിട്ടാണ് ദേശീയ നിയമ ദിനാചരണത്തിന്റെ ഭാഗമായി അഭിഭാഷക പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടി ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ നടന്നത്. ഗവർണറാണ് ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത്. സാംസ്കാരിക ദേശീയത, ഇന്ത്യൻ ഭരണഘടന വിഷയത്തിലായിരുന്നു ഗവർണർ സംസാരിച്ചത്. സ്റ്റേജിന്റെ ഒരു വശത്താണ് ഇത്തരത്തിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചത് വിവാദത്തിലായിരിക്കുന്നത്. പെരുമാറ്റച്ചട്ടം നിലയിലേക്ക് ഗവർണർ പങ്കെടുത്ത ഒരു പരിപാടിയിൽ രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി ഹൈക്കോടതി ഹാൾ പോലുള്ള ഒരു പൊതുവിടത്ത് ഭാരതാംബ ചിത്രം വെച്ചുകൊണ്ടൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഹൈക്കോടതി അഭിഭാഷക സമിതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിരിക്കുന്നത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും കത്ത് നൽകാൻ ഒരുങ്ങുകയാണ് ഡിവൈഎഫ്ഐ. എന്തായാലും ഇപ്പോൾ ഇത്തരമൊരു പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചത് മതേതരത്വത്തോടും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണെന്ന് ഇപ്പോൾ ഡിവൈഎഫ്ഐ ചൂണ്ടിക്കാട്ടുന്നു. വൈകാതെ തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും പരാതി കൊടുക്കും. നമുക്കറിയാം, കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചത് വലിയ വിവാദത്തിലായിരുന്നു. ഇതിന് പിന്നാലെ പിന്നീട് ഹൈക്കോടതിയിലടക്കം അത്തരമൊരു കേസ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഗവർണർ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഹൈക്കോടതി പോലത്തെ ഒരു ഹാളിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചൊരു പരിപാടിയിൽ വിവാദത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഡിവൈഎഫ്ഐ അഭിഭാഷക സമിതിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി നൽകിയിരിക്കുന്നത്. നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.